സ്വർഗദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ. കർത്താവിൽ സ്നേഹിതരെ, വീണ്ടും ഒരു വലിയ നോമ്പ് കൂടെ ദൈവകൃപയാൽ ആഗതമാകുന്നുവല്ലോ. കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളത്തെ നൽവീഞ്ഞാക്കിയതായ അവൻ്റെ ആദ്യത്തെ അടയാളം മുതൽ കർത്താവിൻ്റെ ഉദ്ധാനം വരെയുള്ള യാത്രകളാകുന്നു ഇനിയുള്ളതായ നാളുകൾ. കാനാവിലെ കല്യാണ നാളിൽ വെള്ളത്തെ മേൽത്തരമായ സ്വാദും മേന്മയുള്ളതായ വീഞ്ഞാക്കി പരിവർത്തനം ചെയ്തതുപോലെ അനുഗ്രഹീതമായ ഈ നോമ്പിൻ്റെ നാളുകളിൽ ഒരു പരിവർത്തനം, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം നമുക്കുണ്ടാകണം എന്നുള്ളതാണ് പിതാക്കന്മാർ നമ്മളോട് സംവേദിക്കുന്നത്. ഓർത്തഡോക്സ് പിതാക്കന്മാർ ഈ വെള്ളത്തിൻ്റെ വീഞ്ഞിലേക്കുള്ളതായ മാറ്റത്തെ കർത്താവ് താൻ എടുത്തതായ പാനപാത്രത്തിലെ വീഞ്ഞ് തൻ്റെ തിരുരക്തമായി മാറുന്ന വിശുദ്ധ കുർബാന എന്ന കാസായിലെ കലർപ്പ് കർത്താവിൻ്റെ തിരുരക്തമായി മാറുന്നതിൻ്റെ ദൃഷ്ടാന്തമായി ചിത്രീകരിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഒരു പരിവർത്തനത്തിൻ്റെ കാലമായി ഈ നോമ്പിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഒഴിഞ്ഞ കൽഭരണികളിൽ വക്കോളം വെള്ളം നിറപ്പിനെന്ന് കൽപ്പിച്ച കർത്താവ് അതിനെ ആശീർവദിച്ച് മേൽത്തരമായ സ്വാദും മേന്മയുമുള്ളതായ വീഞ്ഞാക്കി മാറ്റുന്നത് പോലെ ഒത്തിനയാഴ്ച കഴിഞ്ഞും ഉയർപ്പിന് മുമ്പുമുള്ള 6 ഞായറാഴ്ചകളെ നാം ആകുന്ന കൽഭരണികളായി ചിത്രീകരിച്ച് മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന നാം ഉപവാസത്താലും പ്രാർത്ഥനയാലും അനുതാപത്താലും ശുദ്ധീകരിക്കപ്പെട്ട് ഒഴിക്കപ്പെട്ട് കർത്താവ് തമ്പുരാനെ, കർത്താവിൻ്റെ സ്നേഹത്തെ, കർത്താവിൻ്റെ ഭാവത്തെ നിറയ്ക്കുന്ന നല്ല കൽഭരണികളായി കാനാവിൽ കർത്താവിനാൽ മാറ്റപ്പെട്ട സ്വാദും മേന്മയുള്ള വീഞ്ഞുപോലെ കർത്താവിൻ്റെ സുഗന്ധവും കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ ഭാവവും മറ്റുള്ളവർക്ക് ചൊരിഞ്ഞു കൊടുക്കുന്നതായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ല നിറവുള്ള സ്വാദുള്ള മനുഷ്യാത്മാക്കളായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഈ നോമ്പിൽ നമ്മളെ സഹായിക്കട്ടെ. ദൈവിക സമാധാനം നമ്മിൽ പരിലസിക്കട്ടെ.